അഴീക്കോട് അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്ത് തിരിച്ചറിയാനുള്ള ബോർഡ് സ്ഥാപിച്ചു. നേരത്തെ തിരിച്ചറിവില്ലാത്ത കാരണം ജനങ്ങൾ ഇതിനു മുകളിൽ ചവിട്ടിപ്പോയിക്കൊണ്ടിരുന്നത് സിറ്റി വിഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. സിറ്റി വിഷൻ ഇമ്പാക്ട്. കഴിഞ്ഞ ദിവസം മരിച്ച മുൻ മന്ത്രി എൻ രാമകൃഷ്ണനെ അന്തിമയാത്രയേക്കാൻ പയ്യാമ്പലത്തിൽ എത്തിയിരുന്നവർ ചവിട്ടിക്കേറിയത് ഒരു കാലഘട്ടത്തിന്റെ ആൾരൂപവും ആദർശത്തിന്റെ ഉജ്ജ്വല വ്യക്തിത്വത്തിനുടമയുമായ സുകുമാർ അഴീക്കോടിന്റെ നെഞ്ചത്തു കൂടിയായിരുന്നു. അദ്ദേഹത്തെ സംസ്കരിച്ച സ്ഥലത്ത് ഒരു ബോർഡ് പോലും വെക്കാത്തതിനാൽ അവിടെ എത്തിയവരെല്ലാം മഹാനായ സുകുമാർ അഴീക്കോടിന്റെ നെഞ്ചിൽ കയറി നടന്നു എന്ന വാർത്ത സിറ്റി വിഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഒരു ബോർഡ് വെക്കാത്തതു കാരണം ഇവിടെ എത്തുന്നവർക്ക് സുകുമാർ അഴീക്കോടിന്റെ സംസ്കരിച്ച സ്ഥലം തിരിച്ചറിയാൻ പറ്റാത്തതായിരുന്നു ഇതിനു കാരണം. 2 ദിവസം മുന്നേ പേപ്പറിൽ കണ്ടപ്പോഴാണ് ഈ സ്ഥലം കണ്ടപ്പോഴാണ് സുകുമാർ അഴീക്കോടിന്റെ അടക്കം ചെയ്ത സ്ഥലമാണ് ഇതെന്ന് മനസ്സിലായത്. പക്ഷെ ഇന്ന് ഒരു ബോർഡ് ഉണ്ട് പുതുതായിട്ട്, അതൊന്ന് കാണാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത് തന്നെ. ഇതിനെ തുടർന്നാണ് നഗരസഭ സുകുമാർ അഴീക്കോടിനെ സംസ്കരിച്ച സ്ഥലത്ത് ബോർഡ് വെക്കുകയും അതിനു ചുറ്റുമായി ഇഷ്ടികയും പട്ടികയും വെച്ച് കെട്ടിവെക്കുകയും ചെയ്തു. ഒരുപക്ഷെ ഇക്കാര്യത്തിൽ നേരത്തെ നഗരസഭ കണ്ണു തുറന്നെങ്കിൽ ഈ മഹാനായ വ്യക്തിയുടെ നെഞ്ചകത്തു കയറി ആരും നടക്കില്ലായിരുന്നു. നിരന്തരമായ വാഗ്ദോരനുടെ നിശബ്ദമാണിവിടം. ഇന്നലെ വരെ അധികൃതർ മൗനം പാലിച്ചു. എന്നാൽ ഇന്നിപ്പോൾ അധികൃതർ കണ്ണു തുറന്നു. ഇനി സുകുമാർ അഴീക്കോടിന് സ്വന്തം ബോർഡ്. പയ്യാമ്പലത്തിൽ നിന്നും ക്യാമറമാൻ ജ്യോതിഷ് കോറത്തിനൊപ്പം അഞ്ജു വിനോദ്, സിറ്റി വിഷൻ ന്യൂസ്.